നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത അമേരിക്ക യുദ്ധത്തിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക തൊടുത്തിരിക്കുന്നത്. 15 ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ രൂക്ഷമായ ആക്രമണങ്ങൾ. അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിനെ രക്തരക്ഷസെന്നും അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഖമേനിയുടെ പ്രസംഗം. പ്രസംഗത്തിന് ബോംബുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും അമേരിക്ക മറുപടി പറയുന്നു. നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ യമനിലെ ഹൂതികളുടെ ഹുദൈദ തുറമുഖം പൂർണ്ണമായും തകർന്നിരുന്നു. അവ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ രൂക്ഷമായ ആക്രമണം. തങ്ങളുടെ പക്കൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുണ്ടെന്നും അതിന്റെ പ്രഹരശേഷി ഇസ്രായേൽ ഏൽക്കേണ്ടി വരുമെന്നും ഇക്കഴിഞ്ഞ ദിവസം ഹൂതികളുടെ വക്താവ് പരസ്യമായി പറഞ്ഞിരുന്നു. 2040 കിലോമീറ്റർ താണ്ടാൻ തങ്ങൾക്ക് വെറും 11.5 മിനിറ്റ് മതി. ഇസ്രായേലിന്റെ തന്ത്രപ്രധാന സ്ഥാനങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ സൈനിക വക്താവ് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ഭയപ്പെടണമെന്ന് FBI ചില മുന്നറിയിപ്പുകൾ നൽകി. ശത്രുക്കൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്നുവെന്നാണ് FBI പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ ഖമേനിയുടെ പ്രഭാഷണത്തിന് ശേഷം ഇന്നലെ ഇസ്രായേലിലെ മുതിർന്ന മന്ത്രിമാർ ഒത്തുചേർന്ന നിർണായകമായ ചില യോഗങ്ങൾ നടന്നു. അതിനുശേഷം ഇസ്രായേൽ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി. പ്രതിരോധമല്ല ആക്രമണമാണ് നല്ലത് എന്ന നയത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ഇറാനു നേർക്ക് കടന്നാക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ആണവ നിലയങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്ന വാർത്തകളോട് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നും നേരത്തെ ജോ ബൈഡൻ പറഞ്ഞു. അതിനു പിന്നാലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളത്തിലിറങ്ങി. ഇസ്രായേൽ ആദ്യം ചെയ്യേണ്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുകയായിരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞു. ഖമേനിയുടെ പ്രസംഗത്തിന് ശേഷം ഇന്നലെ ശത്രുക്കൾ ഉടരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തി. ഇസ്രായേൽ സിറിയ അതിർത്തിയിലുള്ള ഗോലാൻ കുന്നുകൾ ലക്ഷ്യമാക്കിയായിരുന്നു അവരുടെ ആക്രമണം. ആക്രമണത്തിൽ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിലുണ്ടായിരുന്ന 2 സൈനികർ കൊല്ലപ്പെട്ടു. 24 പേർക്ക് പരിക്കേറ്റു. ശത്രുക്കൾ കൂട്ടം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനൊരുങ്ങുമ്പോൾ ഇനി നോക്കി നിൽക്കേണ്ട കാര്യമില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്നാണ് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ അമേരിക്ക ആക്രമണം തുടങ്ങിയത്. ഇക്കാര്യം അമേരിക്ക സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തു. എക്സ് പ്ലാറ്റ്ഫോമിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കുറിച്ചിട്ടു. ഹൂതികളുടെ 15 കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചു. കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിനും യാത്രയ്ക്കും തടസ്സമുണ്ടാക്കുന്ന ഹൂതികളുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന് അപകടം പിണയാൻ സാധ്യതയുള്ള ഹൂതികളെ നിർവീര്യമാക്കുക എന്ന ചരിത്ര ദൗത്യമാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത്. മറുവശത്ത് ഇറാഖിലെ സായുധ സംഘങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഇന്നും ബോംബാക്രമണം തുടരുന്നു. സിറിയയിലെ സായുധ സംഘങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ശക്തമായ ബോംബാക്രമണമാണ് നടത്തുന്നത്. സിറിയ ലെബനൻ അതിർത്തിയിലെ അന്തർദേശീയ റോഡുകൾ പൂർണ്ണമായി ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ആയുധ കൈമാറ്റത്തിനുള്ള സാധ്യതകൾ പരമാവധി ഒഴിവാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. മറുവശത്ത് ഇറാന് നേർക്കുള്ള ആക്രമണം ഒക്ടോബർ 7-ാം തീയതി നടക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഒക്ടോബർ 7-ാം തീയതി കൂടുതൽ ജാഗ്രതയോടെ ഇസ്രായേൽ കരുതിയിരിക്കണമെന്നാണ് FBI നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇറാന് നേർക്കുള്ള ആക്രമണത്തിന് ഒക്ടോബർ 7-ാം തീയതി തന്നെ തെരഞ്ഞെടുക്കുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ശത്രുക്കളുടെ നേർക്ക് ആക്രമണമാണ് നല്ലത്, പ്രതിരോധമല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞതോടെ കടുത്ത ആക്രമണങ്ങൾക്കാണ് ഇസ്രായേൽ ഇപ്പോൾ വട്ടം കൂട്ടുന്നത്. മേഖലയിൽ യുദ്ധം കടുക്കുന്നതോടെ കൂടുതൽ യുദ്ധോപകരണങ്ങളും ആയുധങ്ങളുമൊക്കെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലെത്തണം. അതുകൊണ്ട് തന്നെ അതിന് തടസ്സമാകാൻ സാധ്യതയുള്ള ഹൂതി കേന്ദ്രങ്ങളെ തകർക്കുകയാണ് അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ സിറിയയിലെ ദമാസ്കസിലെത്തി. സിറിയൻ ഭരണകൂടവുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. ഇറാഖിലും ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി എത്തിയിരുന്നു. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലുള്ള UN പീസ് കീപ്പേഴ്സ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിയണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. UN സേനയിലെ അംഗങ്ങൾ ഒഴിയില്ല എന്ന് UN വ്യക്തമാക്കി. വീണ്ടും ഒരു ഒക്ടോബർ 7-ാം തീയതി ഒരു വശത്ത് പ്രതികാരം ചെയ്യാനായി ആ ദിവസത്തെ നോക്കിക്കാണുന്ന ഇസ്രായേൽ,
മറുവശത്ത് കൂടുതൽ ഇസ്രായേലിന് പരിക്കേൽപ്പിക്കാനായി ശത്രുക്കൾ ഒരുമിച്ച് ചേരുന്നു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള തുരങ്ക നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള സാങ്കേതിക വിദ്യ കൊടുത്തത് ഉത്തര കൊറിയയിൽ നിന്നാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ളയെ പരസ്യമായി സഹായിക്കുമോ എന്നും ഇസ്രായേൽ ഉറ്റുനോക്കുന്നു. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് സയ്യിദ് ആത്തുള്ളയെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ സേന അതിശക്തമായ പോരാട്ടം നയിക്കുന്നത്. നേതാക്കളെ വധിച്ചതുകൊണ്ടൊന്നും ഇറാനും പ്രാദേശിക സഖ്യകക്ഷികളും ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇസ്രായേൽ രക്തദാഹിയാണ്, അമേരിക്ക പേപ്പട്ടിയാണ് എന്ന് ഇറാൻ പരമോന്നത നേതാവ് പറയുന്നു. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയത് ഇസ്രായേലിനെതിരെയുള്ള നീതീകരിക്കാവുന്ന ആക്രമണമാണ് എന്നും പരമോന്നത നേതാവ് വാഴ്ത്തിപ്പാടുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിന്റെ മുന്നിൽ ഒരൊറ്റ പോംവഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇറാനെ എത്രയും പെട്ടെന്ന് ആക്രമിച്ച് തളർത്തുക, ശത്രുക്കളെ കീഴ്പ്പെടുത്തുക. അമേരിക്ക ആക്രമണം കടുപ്പിക്കുന്നതോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നു എന്നും വ്യക്തമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇനി ശത്രുക്കളെ തുരത്തും എന്നതിൽ സംശയം വേണ്ട. മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഒക്ടോബർ 7-ാം തീയതിക്ക് ഇനി 2 ദിവസം ബാക്കിയുള്ളപ്പോൾ. ഒക്ടോബർ 7-ാം തീയതി ഇറാന് നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഇറാൻ പ്രതികരിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായി ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആക്രമണം തടുക്കേണ്ട ഉത്തരവാദിത്തമാണ് അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത്. മേഖലയിൽ ഇസ്രായേൽ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം കൃത്യമായി ലോകത്തിന് നൽകുകയാണ് ഇപ്പോൾ അമേരിക്ക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.